ഒരു തന്ത്രിയുടെ വീട് നോക്കണേ. രാവിലെ കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാർ വാലിൽ തീപിടിച്ചു ചെങ്ങന്നൂരുള്ള കണ്ഠരർ രാജീവരുടെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞു ചെന്ന് പിന്തുണ അറിയിച്ചുകൊണ്ട് തെളിവ് നശിപ്പിക്കാൻ പോയതുകൊണ്ട് ഈ ഒരു റിയൽ കാഴ്ച നാട്ടുകാർക്ക് കാണാൻ പറ്റി. ദേവസ്വം ബോർഡിന്റെ പ്രതിദിനം 1500 രൂപ വരുമാനക്കാരനാണ്, അല്ലെങ്കിൽ വേതനക്കാരനാണ് തന്ത്രി കണ്ഠരർ രാജീവരർ. അങ്ങനെ നോക്കുമ്പോൾ തന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാസം കിട്ടുന്ന ശമ്പളം 45,000 രൂപ. 45,000 രൂപ വാങ്ങുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചെലവെല്ലാം പോയിട്ട് ബാക്കി എത്ര രൂപ സ്വരൂപിക്കാൻ പറ്റും? നമുക്കൊരു 25,000 രൂപ കൂട്ടാം. ആ 25,000 രൂപ വരുമാനമുള്ള വ്യക്തിയുടെ വീടാണോ ദേ ഈ കാണുന്നത്? നിങ്ങൾ നോക്കിയേ. അല്ലെങ്കിൽ ഇയാൾക്ക് മറ്റെന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടാകണം. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്നിടത്തോളം മറ്റു വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാർ ചട്ടം. ഇനിയിപ്പോൾ വിശ്വാസം ആയതുകൊണ്ട് അങ്ങനെയുള്ള ചട്ടങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കില്ലായിരിക്കാം. എന്നിരുന്നാലും ഇയാൾ എന്ത് ജോലിയാണ് ഇത്രയും കാലം ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? നാട്ടുകാർ ചിന്തിക്കണ്ടേ. എവിടെയെങ്കിലും കൽപ്പണിക്ക് പോയിട്ടുണ്ടോ? കൃഷിപ്പണിക്ക്? അല്ലെങ്കിൽ ശരീരം അനങ്ങുന്ന വേറെ ഏതെങ്കിലും ജോലിക്ക്? ഒന്നിനും പോയിട്ടില്ല. പക്ഷേ കോടാനുകോടി രൂപ വില മതിക്കുന്ന ആഡംബര രമ്യഹർമ്മ്യം ഒരു ദൈവത്തിന്റെ ദാസനാണ്. ദൈവത്തിന്റെ ദാസൻ ജീവിക്കുന്ന വീട് നോക്കണേ. ദേവലോകം പോലെ തന്നെ അദ്ദേഹത്തിന് ആഡംബര വീട് നിർമ്മിക്കാം. ആ വീട് ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും വ്യക്തി, പ്രത്യേകിച്ച് ബ്രാഹ്മണനല്ലാത്ത അല്ലെങ്കിൽ തന്ത്രി അല്ലാത്ത ഏതെങ്കിലും സാധാരണക്കാരൻ നാട്ടിൽ ഇങ്ങനെ ഒരു വീട് വയ്ക്കണമെന്ന് നിങ്ങൾ കരുതുക. അദ്ദേഹത്തിന് ഈ വരുമാനമേ ഉള്ളൂ. എന്തെല്ലാം ചോദ്യങ്ങൾ ഈ പറയുന്ന ആശാന്മാർ ഇറക്കി വിടും. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. കാര്യം എന്താണ്? പിന്നോക്കക്കാരനാണ്, കോരന്റെ മകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇല്ലാത്തൊരു വീട് പ്രചരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അവരുടെ സാമ്പത്തികം കണ്ടോന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മേഖലയിൽ ഇരിക്കുന്നവന്മാരുടെ സാമ്പത്തികത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. തന്ത്രിക്ക് എവിടെ നിന്നാണ് ഇത്രയും വലിയ വീട് വയ്ക്കാനുള്ള വരുമാനം കിട്ടിയത്? ഇത്രയും വലിയ വീട് വയ്ക്കുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സ് കൊടുക്കേണ്ട വ്യക്തിയായിരിക്കും. അങ്ങനെ ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണോ? ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും സാമ്പത്തിക ഓഡിറ്റിന് വിധേയനാകുന്ന വ്യക്തിയാണോ? അതൊന്നുമല്ല. ഒരു നികുതിദായകനുമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ആർഭാടപരമായിട്ടുള്ള വീട് എങ്ങനെ ഉണ്ടായി? നാട്ടുകാർ ചിന്തിക്കണ്ടേ. അവിടങ്ങളിലല്ലേ ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അനധികൃത സ്വത്ത് സമ്പാദനം വിശ്വാസത്തിന്റെ പേരിലും പൂജ എന്ന പേരിലും അല്ലെങ്കിൽ തന്ത്രി എന്ന പേരിലൊക്കെ ആർക്കും ഇവിടെ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടാമെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം.